ഹേല ഗൈസ്. ഖലീഫ ദ റൂളർ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഇറങ്ങുന്ന ഒരു ഓണത്തിന് ഇറങ്ങുന്ന പടത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു പടമാണ് ഖലീഫ ദ റൂളർ ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞെങ്കിൽ പൃഥ്വിരാജിന്റെ ലാസ്റ്റിലെ കുറച്ച് സിനിമകൾ ഇത് ലാലേട്ടൻ ക്യാമിയോ വരുമ്പം ഇടയ്ക്ക് പൊതുവെ ഇങ്ങനെ ഉണ്ടാവലുണ്ട്. എപ്പോഴല്ല ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ വൈശാഖ് വിചാരിച്ചൊരു വലിയൊരു സംഭവം ഒന്നും വേണ്ട, വലിയ ഹൈപ്പ് വേണ്ട, നല്ലൊരു ഇതിൽ ഞാൻ പോയി പടം പടം പോയി കണ്ടേ. പക്ഷെ സത്യം പറയല്ല, അത്യാവശ്യം മോശമില്ലാത്ത പടം തന്നെ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ആരും വെറുപ്പിച്ചിട്ടില്ല ഈ പടത്തിന്റെ ഉള്ളിൽ. അത്യാവശ്യം മോശമില്ലാണ്ട് തന്നെ നമുക്ക് പടം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം. പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ പൃഥ്വിരാജിന്റെ ഒരു ഇൻട്രോയും പിന്നെ ആ ഒരു കഥ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റാർട്ടിംഗ് ഉണ്ട്, അത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് അടിപൊളിയായി തോന്നിയിട്ടില്ല. ഒരു ആവറേജ് ലെവലിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പടം മൊത്തത്തിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും, പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരിക്കും. പക്ഷേ അതിലും കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിലാണ് മെയിനായിട്ട്. അത് തൊട്ട് പിന്നെ അങ്ങോട്ട് അത്യാവശ്യം പടം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. മെയിൻ ആയിട്ട് ഫുൾ പറഞ്ഞെങ്കിൽ സ്വർണ്ണക്കടത്തും അതിന്റെ റിവെഞ്ച് ഒക്കെയാണ് പടം ഫുൾ ആയിട്ട് പോകുന്നത്. അത്ര ഒരു ഭയങ്കര സ്റ്റോറി ഒന്നുമല്ല, പക്ഷെ ഒട്ടും മോശം പറയാനില്ല, ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാവും. മെയിൻ ആയിട്ട് ഞാൻ ഈ പടം കാണാൻ പോയത് ലാലേട്ടനെ ഇല്ലോണ്ടാണ്. പക്ഷെ ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ആരും പടത്തിന് വേണ്ട, കാരണം പ്രത്യേകം ഓൾറെഡി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. കാരണം അത്ര വലിയൊരു ലാലേട്ടന്റെ സ്ക്രീൻ പ്രസൻസും സംഭവം ഈ പടത്തിലില്ല. അതൊക്കെ ഈ പടത്തെ ഹിറ്റ് ആവാന്ന് സെക്കൻഡ് പാർട്ടിലുണ്ടാവും, അതിനൊരു ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ ലാലേട്ടന് കൊടുത്തിട്ടുള്ള ബിൽഡപ്പ് അത് കിട്ടില്ല. ഇപ്പൊ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ആയാലും അങ്ങനെ കുറച്ച് ലാലേട്ടന്റെ കൂടെ പണ്ട് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന കുറച്ച് ആൾക്കാരും അവരെല്ലാം വെച്ചിട്ട് ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ, ഒരു ബിൽഡപ്പ്. ലാലേട്ടനെ കുറിച്ചിട്ട് ലാലേട്ടൻ പടത്തിൽ വരുന്നുണ്ട്, പക്ഷെ അത് ക്ലൈമാക്സിലാവും. പക്ഷെ അതൊരു ആ ഒരു സ്റ്റോറിക്ക് ഒരു ബിൽഡപ്പ് കൊടുക്കുന്നുണ്ട്, അത് അത്യാവശ്യം നൈസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പടത്തിലത്തെ ആക്ഷൻസ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ആരും ഒന്നും മോശം പറയാനില്ല. ആക്ഷൻസ് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീട്ടിൽ നിന്നൊരു ഫൈറ്റും പിന്നെ പൃഥ്വിരാജിന്റെ കുറെ നല്ല ഫൈറ്റിലുണ്ട്, അതിൽ അത്യാവശ്യം അടിപൊളിയായിട്ടും ചെയ്യുന്നുണ്ട്. ഇതിലൊരു മെയിൻ വില്ലൻ റോൾ ചെയ്തിട്ടുള്ളത് നമ്മളെ കത്തീത്ത വില്ലനില്ലേ, നെയിൽ നിതിൻ മുകേഷ്, ഓൻ അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ പണ്ടേ ഒരു സ്റ്റൈലിഷ് വില്ലൻ റോൾ ചെയ്യാൻ വേണ്ടി അടിപൊളിയാവും. സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ പൃഥ്വിരാജിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ഫുൾ ആയിട്ട് ആ ഒരു സ്റ്റൈല് അത് പക്കാ പിടിച്ചിട്ടുണ്ട്. പടത്തിന്റെ സ്റ്റോറി എന്നെല്ലാം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർമൽ ഒരു സ്റ്റോറിയാണ്, പക്ഷെ ഒരു പഞ്ച്, ഒരു ഇപ്പൊ ഇന്റർവെൽ ആവുന്ന സമയത്ത് ഒരു ഭയങ്കര പഞ്ച് അങ്ങനത്തെ സ്ഥലത്ത് കൊണ്ട് നിർത്തുന്നത് അങ്ങനെയൊന്നുമില്ല പടത്തിൽ. ഇപ്പൊ ക്ലൈമാക്സ് ആയാലും ഒരു ഭയങ്കര ഒരു മൊമെന്റ് പോയിട്ട് നിർത്തുന്നത് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമില്ല. ആ ഫ്ലോ ഒട്ടും കളയാണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് അതേപോലെ പോകുന്നുണ്ട്. ഇതിൽ ലാലേട്ടന്റെ ലുക്ക് എന്താന്നുള്ളത് ഞാൻ ഭയങ്കര നോക്കിക്കാണുന്ന ഒരു സംഭവമുണ്ട്. കാരണം ഞാൻ അതിന്റെ സ്റ്റിൽസ് വേണ്ടി കണ്ടിട്ടുണ്ടായിട്ടില്ല, ലാലേട്ടൻ എങ്ങനെയുണ്ട്, ലാലേട്ടൻ ലുക്ക് എന്താന്നില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ, അപ്പം വീടാക്കോ ആ ഒരു ലെവലിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടൻ ലുക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലൈമാക്സിൽ ലാലേട്ടൻ വരുന്ന സംഭവമുണ്ട്, അതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ഇനി ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പക്ഷെ ലാലേട്ടന്റെ ഒരു പഴയ സ്റ്റോറി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്റ്റോറി എടുക്കാം. പക്ഷെ അതിന് ഈ പ്രായത്തിൽ പിന്നെ ലാലേട്ടൻ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സംഭവം ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു സീനിൽ പൃഥ്വിരാജ് ലാലേട്ടന്റെ പഴയ ഒരു ഫോട്ടോ നോക്കുന്ന ഒരു സീനുണ്ട്. നമ്മളെ രാജാവിന്റെ മകൻ കാലത്തിലത്തെ ലാലേട്ടൻ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ സിഗരറ്റിലും പിടിച്ചിരിക്കുന്ന ഒരു സംഭവം, അതിൽ ആ സ്റ്റിലിൽ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. അപ്പൊ ലാലേട്ടന്റെ ക്യാരക്ടറിന് ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് അത് ക്ലൈമാക്സിലേക്ക് ലാലേട്ടൻ വരുന്ന സമയത്ത് ഒട്ടും മോശമായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ പടത്തിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്റെ സ്റ്റോറിയിൽ എവിടെയും ഒരു ഭയങ്കര നീട്ടി വലിച്ചു പോയൊരു സംഭവം തോന്നില്ല. ആദ്യം പടത്തിന്റെ സ്റ്റാർട്ടിങ് കുറച്ച് സീൻ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മെയിൻ ആയിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് പറയേണ്ട കാര്യം അതേപോലെ അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലാണ്ട് ഭയങ്കര നീട്ടി വലിച്ച് ലാസ്റ്റ് കുറെ ഓവർ ആക്കിയിട്ട് അങ്ങനെ സംഭവം ഉണ്ടായിട്ട് ആ പടം പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. ഒരു 2.5 മണിക്കൂറിനടുത്തേ പടമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അത്ര മസ്റ്റ് വാച്ച് കിഡിലും പടം ഒന്നും പറയാനില്ല. പക്ഷെ അത്യാവശ്യം മോശമില്ലാണ്ട് തിയേറ്ററിൽ പോയി അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. ഇതിലും കഴിഞ്ഞ് ക്ലൈമാക്സിൽ വേറൊരാളും കൂടി വരുന്നുണ്ട്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, അത് നിങ്ങൾ പടം കണ്ട് തന്നെ അറിഞ്ഞു. അയാൾക്കും ഭയങ്കര സ്റ്റോറി സംഭവം ഒന്നുമല്ല, പക്ഷെ ആ ക്യാരക്ടർ സ്ക്രീൻ പ്രസൻസ് സംഭവമുണ്ട്, അത് കിടില്. ആ ക്യാരക്ടർ കണ്ട സമയത്ത് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായത് വിക്രത്തില് ലാസ്റ്റ് സൂര്യ വരുന്നില്ലേ, ആ ഒരു സീൻ ആ ഒരു ലെവലിൽ പിടിച്ചിട്ട് വേറൊരു ക്യാരക്ടർ ഈ പടത്തിന്റെ ക്ലൈമാക്സ് വരുന്നു. അപ്പൊ എന്താന്നുള്ളത് നിങ്ങൾ പടം കണ്ട് മനസ്സിലാക്കോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം, ബൈ.